ആരുതി ക്രിയേഷൻസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കുറേ നാളായില്ലേ കണ്ടിട്ട്, ഒരു ചെറിയ ബ്രേക്ക് എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് പുതിയൊരു ബോട്ടിലാട്ടായിട്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബോട്ടിലാട്ടം എന്ന് പറയുന്നത് ഒരു വേസ്റ്റ് മെറ്റീരിയൽ വെച്ചിട്ടുള്ള ഒരു ആൻറ്റിക് ബോട്ടിലാട്ടാണ്. എന്താ വെച്ചിട്ടുള്ളതാണെന്ന് വെച്ചാൽ ഒലിവിൻ്റെ കുരു വെച്ചിട്ട്. അപ്പോൾ ഒലിവിൻ്റെ കുരു ഇല്ലാത്തൊരു വിഷമിക്കേണ്ട, അതേ ഷേപ്പിലുള്ള ഒരുപാട് കുരുക്കൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഈന്തപ്പഴത്തിൻ്റെ കുരുവൊക്കെ വെച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ്, നമ്മുടെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനലിലേക്ക് പുതിയതായിട്ട് വന്നിട്ടുള്ള കൂട്ടുകാർക്ക് സ്വാഗതം. നിങ്ങളിത് മാത്രമല്ല, ഒരുപാട് വീഡിയോസ് ഉണ്ട് നമ്മുടെ ചാനലിൽ. അതൊക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കാം. പിന്നെന്താ, നമ്മുടെ വേറൊരു ചാനലുണ്ട്, സ്റ്റോറീസ് വരുന്നുണ്ട്. ആ ചാനൽ ഒന്ന് പോയി കണ്ട് അതും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കും. അപ്പോൾ ഇനി നമുക്ക് നേരം കളയേണ്ട, ഇന്നത്തെ ബോട്ടിലാട്ട് എങ്ങനെയാണ് ചെയ്തിരിക്കുന്നതെന്ന് കണ്ടിട്ട് വരാം. ഇപ്പോൾ നമ്മളൊരു പ്ലാസ്റ്റിക്കിൻ്റെ ജ്യൂസ് ബോട്ടിലാണ് കേട്ടോ ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ബോട്ടിലിനെ വൈറ്റ് ഗ്ലൂവും വാട്ടറും തുല്യ അളവിലെടുത്തിട്ടുള്ള മിക്സ് അപ്ലൈ ചെയ്ത് ഒരു 4 ലെയറോളം ടിഷ്യൂ പേപ്പർ കൊണ്ട് നന്നായിട്ട് കവർ ചെയ്തെടുക്കണം. ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചതിന് ശേഷം അതിൻ്റെ മേലെയും നമ്മൾ ഈ മിക്സ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. അതിനുശേഷം ഇത് നന്നായിട്ട് ഡ്രൈ ആയിട്ട് വേണം നമുക്ക് വർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഡ്രൈ ആവാനായിട്ട് വയ്ക്കാം. ഇപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒലിവിൻ്റെ കുരുക്കൾ വെച്ചിട്ടുള്ള പണികൾ സ്റ്റാർട്ട് ചെയ്യാം. ഇനി നമ്മുടെ കലാബോധം അനുസരിച്ച് നമ്മുടെ ഒലിവിൻ്റെ കുരുക്കൾ ഗ്ലൂ ഗൺ വെച്ചിട്ട് ഞാൻ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഗ്ലൂ ഗണ്ണില്ലാത്തൊരു വിഷമിക്കേണ്ട, നമുക്ക് വൈറ്റ് ഗ്ലൂ വെച്ചിട്ടും ഒട്ടിക്കാവുന്നതാണ്. കുറച്ചൊരു ടൈം എടുക്കും ഒട്ടി വരാനായിട്ട്. അപ്പോൾ കോർണറിൽ ഇതുപോലെ ഞാൻ 3 കുരുക്കൾ വീതം വെച്ച് ഒട്ടിച്ചെടുക്കുകയാണ്. അതിനുശേഷം ഒരു ഫ്രെയിം പോലെ നമ്മൾ ചുറ്റും ഒട്ടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഫോട്ടോ ഫ്രെയിം ബോട്ടിലാട്ടൊക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്കും ഈ ഐഡിയ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇതുപോലെ നമുക്ക് ചുറ്റും, ഫോട്ടോയ്ക്ക് ചുറ്റും, ഇപ്പോൾ ഒലിവിൻ്റെ സൈഡ് വേണമെന്നില്ല, കസ്റ്റേർഡ് ആപ്പിളിൻ്റെ സൈഡ് ഇതുപോലെയാണെന്ന് തോന്നുന്നു, പിന്നെ ഡേറ്റ്സിൻ്റെ സൈഡ്, ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ചുറ്റും ഇതുപോലെ ഒരു ഫ്രെയിം പോലെ ഒട്ടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇവിടെ ചുറ്റും നമ്മൾ ഒട്ടിച്ചെടുത്തു. തൽക്കാലം ഇവിടുത്തെ പണി നമ്മളിവിടെ വെച്ചിട്ട് മേലത്തെ പണികളിലേക്ക് പോവാണ്. അവിടെ ഞാൻ ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കുകയാണ്. നമുക്ക് ഇഷ്ടമുള്ള മോഡലിൽ ഒട്ടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്യാനായിട്ട് ഇതുപോലെ ഒട്ടിച്ചെടുക്കാം. ക്യാപ്പിൻ്റെ ഭാഗം നമ്മൾ ചുറ്റും അങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സെൻറ്ററിൽ എന്ത് ചെയ്യാമെന്ന് നോക്കാം. സെൻറ്ററിൽ ഒരു വി ഷേപ്പിൽ നമ്മുടെ ഒലിവിൻ്റെ സീഡ് ഇതുപോലെ ഒട്ടിച്ചെടുക്കുകയാണ്. വി ഷേപ്പിൽ ഒട്ടിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു ഒലിവിൻ്റെ സൈഡ് ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഇതന്നെ നമ്മളിനി റിപ്പീറ്റ് ചെയ്യാൻ പോവാണ്. ആദ്യം വി ഷേപ്പിൽ ഒട്ടിച്ചെടുക്കുക, പിന്നെ അതിൻ്റെ സെൻറ്ററിലൊന്ന് ഒട്ടിച്ചെടുക്കുക. അപ്പോൾ എല്ലാ ഒലിവിൻ്റെ കുരുക്കളും ഒരേ സൈസ് അല്ല കേട്ടോ. ചിലത് ഭയങ്കര തിന്നായിരിക്കും, ചിലത് നല്ല ഗുണ്ടുമണികളായിരിക്കും. അപ്പോൾ ആ ഒരു വ്യത്യാസം നമുക്ക് കാണുന്നുണ്ട്. എന്നാലൊരു നല്ല ഡിസൈനായിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോണേന്ന് വെച്ചാൽ, നമ്മുടെ കോർണറിൽ 2 കൂടി ഞാൻ ഫിക്സ് ചെയ്ത് കൊടുക്കാൻ പോവാണ്, സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ബോട്ടിലിൻ്റെ ഷേപ്പിനനുസരിച്ച്, സൈസിനനുസരിച്ച്, നമ്മുടെ മനോധർമ്മം അനുസരിച്ച് നമ്മൾ ഒട്ടിച്ചെടുക്കാം കേട്ടോ. അതിപ്പോൾ എൻ്റെ ബോട്ടിലിൻ്റെ ഷേപ്പ് ഇങ്ങനെയായ കാരണം ഞാനിതുപോലെയൊക്കെ ഒട്ടിച്ചെടുക്കുന്നു. ചിലരുടെ ഇങ്ങനത്തെ ആവില്ല ഷേപ്പ്. അപ്പോൾ ആ ഷേപ്പിനനുസരിച്ച് എങ്ങനെയൊക്കെ ചെയ്യാമെന്ന് നമ്മൾ തന്നെ ഒന്ന് ആലോചിച്ച് ഒട്ടിച്ച് എടുത്ത് ഭംഗിയാക്കാം. ഓക്കെ, അപ്പോൾ കോർണറിൻ്റെ പരിപാടികൾ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി നമ്മുടെ ആ ഡിസൈൻ്റെ സെൻറ്ററിലായിട്ട് ഒരു കുഞ്ഞു ഒലിവിൻ്റെ സീഡ് ഒട്ടിച്ച് കൊടുക്കുകയാണ്. നേരത്തെ എന്തോ ഒരു കുറവ് ഫീൽ ചെയ്തിരുന്നു. അപ്പോൾ ഇത് ഒട്ടിച്ചെടുത്തപ്പോൾ അത് കംപ്ലീറ്റ് ആയൊരു ഫീലായി. ഇനി നമുക്ക് ഇവിടെ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ നമുക്ക് ഒലിവിൻ്റെ സൈഡ് ഇങ്ങനെ ഒട്ടിച്ചെടുക്കുകയാണ്.
അപ്പോൾ ഇതോടുകൂടി നമ്മുടെ സ്റ്റിക്കിംഗ് പരിപാടികളൊക്കെ അവസാനിച്ചു. ഇനി നമ്മുടെ ഈ ഗ്ലൂ ഗണ്ണിൽ നിന്നുള്ള ഗ്ലൂ ഇങ്ങനെ ഒരു നൂല് പോലെയായിട്ട് ഉണ്ടാവും. അതൊക്കെ നമുക്ക് ബ്രഷ് കൊണ്ട് ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അതിനുശേഷം പെയിൻറ്റിങ് പരിപാടികളിലേക്ക് കിടക്കാം. അപ്പോൾ ബ്ലാക്ക് അക്രിലിക് പെയിൻ്റാണ് ഞാൻ അടിച്ചു കൊടുക്കുന്നത്. ബോട്ടിൽ ഫുള്ളായിട്ട് ബ്ലാക്ക് പെയിൻറ്റ് അടിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ബോട്ടിൽ ഫുള്ളായിട്ട് നമ്മളിത് ബ്ലാക്ക് പെയിൻറ്റ് അടിച്ചു കഴിഞ്ഞു. ഇനി ഇത് ഡ്രൈ ആവാനായിട്ട് വയ്ക്കാം. അപ്പോൾ നമ്മുടെ പെയിൻ്റൊക്കെ നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട് കേട്ടോ, ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി അടുത്ത പണി എന്ന് പറയുന്നത് നമ്മൾ ഒരു ആൻറ്റിക് ബോട്ടിലായിട്ടാണ് ചെയ്തെടുക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പേൾ മെറ്റാലിക് ഗോൾഡൻ കളർ പെയിൻറ്റ് എടുത്തിട്ട് നമ്മുടെ ഫിംഗർ ടിപ്പിലെടുത്തതുപോലെ നമ്മുടെ ഒലീവിൻ്റെ സൈഡിൻ്റെ മേലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നല്ല ഗോൾഡൻ കളറാക്കാം. അപ്പോൾ നമ്മുടെ ഒലീവിൻ്റെ കുരുക്കളുടെ മേലേക്ക് നമ്മൾ ഗോൾഡൻ കളർ അപ്ലൈ ചെയ്ത് നല്ല ഗോൾഡൻ മുത്തുമണികൾ പോലെ ആക്കി എടുത്തിട്ടുണ്ട്. അടുത്ത പണി എന്ന് പറയുന്നത് നമ്മുടെ ബോട്ടിൽ അങ്ങനെ ബ്ലാക്ക് ആക്കി നിർത്തണ്ട, നമ്മുടെ ബോട്ടിലും ഒന്ന് ഗോൾഡൻ ആക്കാം. എന്നാൽ ഒലീവിൻ്റെ കുരുക്കളുടെ പോലെ വളരെ നന്നായിട്ട് അപ്ലൈ ചെയ്യണ്ട, അവിടെ ആയിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. ചുറ്റും നമുക്ക് ബോട്ടിലിൻ്റെ ചുറ്റും ഇതുപോലെ അവിടെ ആയിട്ട് ഇങ്ങനെ ടച്ച് ചെയ്ത് എടുക്കാം. കഴിഞ്ഞു. ഇത്രയുള്ള പണി വളരെ സിമ്പിളായിട്ട് എന്നാൽ നല്ല ലുക്കുള്ളൊരു ബോട്ടിലായിട്ട് ഇതാ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ അവസാനമായിട്ട് നമ്മൾ വാർണിഷ് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇതുപോലുള്ള വേസ്റ്റ് മെറ്റീരിയലൊക്കെ വെച്ച് ചെയ്യുന്നതാകുമ്പോൾ കേടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അല്ലെങ്കിലും ബോട്ടിലായിട്ട് ചെയ്ത് കഴിഞ്ഞ് വാർണിഷ് അപ്ലൈ ചെയ്ത് കൊടുത്താൽ ഒരുപാട് നാൾ നല്ല ഷൈനിങ്ങോട് കൂടി നല്ല ഭംഗിയായിട്ടിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനിയും ഇതുപോലുള്ള ബോട്ടിലാട്ടായിട്ട് ഞാൻ വരുന്നതാണ്. അതുവരെ നിങ്ങളോട് ബായ് പറഞ്ഞു പോകുന്നു. നിങ്ങളുടെ സ്വന്തം ശ്രുതി മകേഷ്.